മെസ്സി തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ രൂപീകരിക്കും. ഈ കേസിൽ GST ഉദ്യോഗസ്ഥർ പ്രതികളാകും. ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായതായാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ്. ഒപ്പം ഈ GST ഉദ്യോഗസ്ഥർ കൂടി പ്രതികളാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? പറയും. ഗൗതം, നിലവിലൊരു പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. GST ഉദ്യോഗസ്ഥരെ അടക്കം ഇതിൽ 3 GST ഉദ്യോഗസ്ഥർക്ക് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അതിൽ പിഴവ് സംഭവിച്ചു എന്നൊരു കണ്ടെത്തൽ കൂടി വന്നിരിക്കുന്നു. ഈ മെസ്സിയെയും അതോടൊപ്പം തന്നെ അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ GST ഇടപാടുകളിലും ക്രമക്കേട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കുന്നത്. 22.68 കോടി രൂപയുടെ നികുതി ബാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ, അതായത് ഈ കോഴിക്കോട് GST ആൻഡ് ഇൻ്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ജോയിൻറ്റ് കമ്മീഷണർ വത്സല, കാസർഗോഡ് ഡെപ്യൂട്ടി കമ്മീഷണർ P സജിത്ത്, കാഞ്ഞങ്ങാട് ഇൻ്റലിജൻസ് ഓഫീസർ KS സജിനി എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവർ ഈ പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ തട്ടിപ്പ് ഇവർക്ക് മനസ്സിലായെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഈ 3 ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. നോട്ടീസ് അയച്ച് 7 മാസം വരെ കാത്തിരുന്നിട്ടും, അതായത് ഇതിൽ GST ഇടപാടുകളിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ക്രമക്കേടുകൾ നടത്തിയെന്ന് കണ്ടിരിക്കുന്നു. അത് 7 മാസം വരെ ഈ വിവരം യാതൊരുവിധ അന്വേഷണങ്ങൾ നടത്താതെ ഈ ഉദ്യോഗസ്ഥർ പൂഴ്ത്തിവെച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കുള്ള നീക്കം നടക്കുന്നത്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇവർക്ക് എന്താണ് വിശദീകരിക്കാനുള്ളത്, ഈ വിഷയത്തിൽ എന്താണ് വിശദീകരിക്കാനുള്ളത് എന്ന ഒരു വിവരം കൂടി പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ അന്വേഷണ സംഘം അവരോട് ചോദിച്ചിരുന്നു. തുടർന്നാണ് മറ്റു നടപടികളിൽ കിടക്കുന്നത്. ഇനിയും ഒരു പ്രത്യേക അന്വേഷണം, ഇതൊരു പ്രാഥമിക അന്വേഷണമായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർ ഈ 3 ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു കണ്ടെത്തൽ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വിശാല അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. വിശാല അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഈ പൂർണ്ണമായും ഈ ക്രമക്കേടുകളെ കണ്ടെത്തിക്കൊണ്ട് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ അന്താരാഷ്ട്ര മാനങ്ങളടക്കമുണ്ടോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ശക്തമാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തുക മാത്രമല്ല, അതായത് സർക്കാരിനെ കൂടി, അന്നത്തെ സർക്കാരിനെ കൂടി, ഇടതുപക്ഷ സർക്കാരിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാരിനെ കൂടി അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയത്. വ്യാജ പ്രചരണം നടത്തുക മാത്രമല്ല ചെയ്തത്, അതിൽ ന്യായീകരിക്കുകയും ചെയ്തു. മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന് നിരന്തരം ഇത്തരത്തിൽ അവരുടെ തന്നെ മാധ്യമത്തിലൂടെ കുപ്രചരണങ്ങൾ നടത്തുകയും വ്യാജപ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ്, അതായത് ഈ മെസ്സിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊന്നും അറിയാതെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയത് എന്ന് ഫിഫ പോലും അറിഞ്ഞില്ലായിരുന്നു. പ്രശാന്ത്, വ്യക്തമാണ്. എന്തായാലും GST ഉദ്യോഗസ്ഥരും ഈ മെസ്സി വരും എന്ന് പറഞ്ഞ തട്ടിപ്പിൽ പ്രതി ചേർക്കപ്പെടുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.